നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. റോമർ 8:9 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ല, നിങ്ങൾ സഭയുടെ ഭാഗമായിട്ടില്ല. അതായത് കർത്താവിൻ്റെ മണവാട്ടി സഭയിൽ നിങ്ങൾ ചേർന്നിട്ടില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശിയാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ID കാർഡ് ഉള്ളതുപോലെ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകും എന്നുള്ള അല്ലെങ്കിൽ ഓരോരുത്തർക്കുമുള്ള തിരിച്ചറിയൽ രേഖയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഇതുവരെ പ്രാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. റോമർ 10:9 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ടും വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന്. ഇവിടെ വായ് കൊണ്ട് ഏറ്റു പറയുവാനുള്ളത് നീതീകരണത്തിനും ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് രക്ഷയ്ക്കായുമാണ് എന്ന് ഇതിൻ്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാസ്തവമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇതുവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിശ്വാസ സ്നാനം തന്നെയാണോ സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 17:1 ഇങ്ങനെ കാണുവാൻ സാധിക്കും. പൗലോസ് എഫെസോസിൽ എത്തുന്ന സമയത്ത് ചില ശിഷ്യന്മാരെ കാണുന്നു. ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് അവർ പറയുന്നു, ഞങ്ങൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനമാണ് എടുത്തത്, പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. അപ്പോൾ പൗലോസ് അവരെ വീണ്ടും സ്നാനപ്പെടുത്തുന്നു. എന്നിട്ട് അവരെ പുറത്ത് കൈവയ്ക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, പക്ഷെ പരിശുദ്ധാത്മാവില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ശോധന ചെയ്തപ്പോൾ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വിശ്വാസ സ്നാനം എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. യാക്കോബ് 2:14 ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ വിശ്വാസമുണ്ട് പക്ഷെ പ്രവൃത്തിയില്ല എങ്കിൽ ആ വിശ്വാസം അവനെ രക്ഷിക്കുമോ എന്ന്. ഇപ്പോൾ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത്. അബ്രഹാം വിശ്വസിച്ചു ഇസഹാക്കിനെ യാഗം കഴിക്കാൻ മോരിയ മലയിൽ പോകുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നത് പോലെ നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണ്. എന്നാൽ നമ്മളുടെ വിശ്വാസത്തിന് ജീവനില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ജീവൻ നമ്മിലേക്ക് വരികയില്ല. രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്നിട്ടും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അത് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഇവരെല്ലാം സ്നാനപ്പെട്ടവരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം സ്നാനപ്പെട്ടവരാണ്. പക്ഷേ അവരിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. കാരണം അതെ, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വന്നത്. പക്ഷേ ഇവിടെ ഇവർ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ എന്താണ് ചെയ്തത് എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഇങ്ങനെ കാണുവാൻ സാധിക്കും. യേശു കർത്താവ് അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 1:12-14 വരെയുള്ള വാക്യത്തിൽ അവരിൽ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അവർ യെരുശലേമിൽ ചെന്നിട്ട് അവർ മാളിക മുറിയിൽ പോയി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൂട്ടായ്മ ആചരിച്ച് അങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുവാനുള്ളത് എന്താണെന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ കൂട്ടായ്മ മുടക്കി കളയരുത്. കാരണം 2 പേർ തമ്മിൽ നടന്നാൽ ഒരുത്തൻ തെറ്റിപ്പോതെ മറ്റൊരുത്തൻ നോക്കും എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. 2 പേർ തമ്മിൽ ഒന്നിച്ച് കിടന്നാൽ അവരുടെ ചൂട് മാറും എന്നും തണുപ്പ് മാറും എന്നും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചൂട് ഇല്ല, നമുക്ക് പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ആത്മപകർച്ച നമ്മിലേക്ക് വരുവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ
അവർ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തി. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഉള്ള ഒരു വിശ്വാസത്തിലും അവർ സ്വയം പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കൂട്ടായ്മയ്ക്ക് പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങൾ കൂട്ടായ്മയ്ക്ക് ആചരിച്ചതിന് ശേഷമാണ് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നത് എന്ന് നമുക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യർ 5:6 അവസാന ഭാഗമാണ്. ഇവിടെ പരിച്ഛേദനയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് പ്രധാനം എന്ന്. അപ്പോൾ നിങ്ങൾ യേശു കർത്താവിനെ സ്നേഹിച്ചു കൊണ്ടാണോ വിശ്വസിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. പിശാചുക്കളും യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, യേശു കർത്താവ് തിരിച്ചു വരും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് റോമറിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹത്താലാണോ യേശു കർത്താവിനെ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസം സ്നേഹത്തിൽ നിന്നാണോ ഉളവായത് എന്ന് നാം നോക്കേണ്ടതുണ്ട്. നാം ഇപ്പോൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ചർച്ച് സൺഡേ ക്രിസ്ത്യാനി ആയിട്ടാണ് നാം പോകുന്നത് എങ്കിൽ നമ്മുടെ വിശ്വാസം ഒരു ആചാരം മാത്രം, അതായത് പരിച്ഛേദന എന്നുള്ളത് പോലെ നമ്മുടെ വിശ്വാസം ഒരു ആചാരം മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങനെ ഒതുങ്ങേണ്ടതല്ല. നമ്മുടെ വിശ്വാസം ഒരു ആചാരമല്ല. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് മോക്ഷം കിട്ടും എന്നുള്ള ആചാരത്തിലല്ല നാം മുന്നോട്ട് പോകാനുള്ളത്. നമ്മുടെ വിശ്വാസം സ്നേഹത്താലായിരിക്കണം. സ്നേഹത്താലുള്ള വിശ്വാസമാണ് നമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ നാം ഞായറാഴ്ച പള്ളിയിൽ പോകും, തിങ്കളും ചൊവ്വയും ശനി വരെയും നാം ബൈബിൾ വായിക്കുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമുക്ക് ഒരു പേഴ്സണൽ പ്രെയർ ലൈഫും വചനധ്യാനവും വചനം വായിക്കുന്ന സമയവും നമുക്കുണ്ടായിരിക്കും. ഞാൻ പറയുന്ന നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉള്ള 1/2 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടെ ഇരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു പാട്ടുണ്ട്, എൻ്റെ ചിന്തയും നീയേ എന്ന്. യേശു കർത്താവാണ് എൻ്റെ ചിന്തയും എന്ന്. അപ്പോൾ നമ്മുടെ ഓരോ ചിന്തയിലും ഓരോ മൂമെൻറ്റിലും യേശു കർത്താവായിരിക്കണം. നാം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാം സ്നേഹത്തിൻ്റെ ആ അളവിൽ നമ്മുടെ വിശ്വാസം സ്നേഹത്താലാണ് വ്യാപരിക്കുന്നത് എന്ന്, സ്നേഹത്താലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് കർത്താവിന് ബോധ്യമാകുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുപ്പ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചിട്ടില്ലാത്തവർക്ക് യേശുപ്പ പരിശുദ്ധാത്മാവിനാൽ യേശുപ്പ അവരെ നിറയ്ക്കണമേ കർത്താവേ. യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പ വലിയ ദൈവപ്രവൃത്തി യേശുപ്പ ഇവരിൽ നടക്കണമേ കർത്താവേ. യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. യേശുപ്പ രോഗശാന്തി വേണ്ടവർക്ക് രോഗശാന്തി കൊടുക്കണമേ കർത്താവേ. യേശുപ്പ വിടുതൽ വേണ്ടവർക്ക് വിടുതലിനെ അയക്കണമേ കർത്താവേ. യേശുപ്പ അങ്ങേ വാഞ്ചിക്കുന്നവർക്ക് യേശുപ്പ അളവ് കൂടാതെ പരിശുദ്ധാത്മാവായി അങ്ങ് അവരിലേക്ക് ഇറങ്ങണമേ കർത്താവേ. യേശുപ്പ സ്തോത്രം, ഹല്ലേലൂയ. ശേഷിക്കുന്ന സമയം യേശുപ്പൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ.